പങ്കെടുത്തിരിക്കുന്ന എല്ലാ മാധ്യമപ്രവർത്തകരെയും സ്വാഗതം ചെയ്യുന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവകല കലാ സാംസ്കാരിക മണ്ഡലത്തിന്റെ ഭാരവാഹികളാണ്. ഞാൻ അതിന്റെ സെക്രട്ടറി ബിജുകുമാർ, എന്നോടൊപ്പം പ്രസിഡന്റ് ശ്രീ ആർ ശ്രീകുമാർ, ജോയിന്റ് സെക്രട്ടറി പി മധു എന്നിവരാണ് ഈ പ്രസ് മീറ്റിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിന്റെ പാരമ്പര്യ തിരുവാതിര കളി മത്സരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ വരിക വാർദ്ധകളെ എന്ന ശീർഷകത്തിൽ തിരുവാതിര കളി മത്സരം നടത്തി വരികയാണ്. കേരളത്തിന്റെ തനത് പാരമ്പര്യ കലാരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തിരുവാതിര. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അരങ്ങിലും അണിയറയിലും സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു കലാരൂപം എന്ന നിലയ്ക്ക് സ്ത്രീകൾക്ക് പ്രാമുഖ്യം നിൽക്കുന്ന ഒരു കലാരൂപം കേരളത്തിന്റെ ഇതായിട്ടുണ്ട് എന്നുള്ളതാണ് തിരുവാതിരയുടെ പ്രത്യേകത. ആ തിരുവാതിര ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാരമ്പര്യമായി കളിക്കുന്ന തിരുവാതിര. അതിന്റെ പ്രോത്സാഹനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനത്തുക 1,00,000 രൂപ ഒന്നാം സമ്മാനവും മമ്മിന്റെയും സർട്ടിഫിക്കറ്റും കൊടുത്ത് കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ നടത്തി വരുന്നു. 11ാമത്തെ മത്സരം ഡിസംബർ മാസം 28-ാം തീയതി തിരുവനന്തപുരം ഗാന്ധി സ്മാരക നിധി ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. 12 ടീമുകളാണ് ആകെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾ അനുവാദം കൊടുക്കുന്നത്. കാരണം 10 മിനിറ്റ് ആണ് ഒരു ടീമിന് അവസരമുള്ളത്. 8 കളിക്കാരും 2 പാട്ടുകാരും, അങ്ങനെ 10 പേരടങ്ങുന്ന ഒരു ടീമിന് 10 മിനിറ്റ് സമയം കൊടുക്കുന്നു. അതിലേറെ അപേക്ഷകൾ ഞങ്ങൾ വരുന്നുണ്ട്. വരുന്ന അപേക്ഷകളിൽ നിന്നും ജഡ്ജസ് തിരഞ്ഞെടുക്കുന്ന ഫൈനലായിട്ട് വരുന്ന 12 ടീമിനാണ് മത്സരിക്കാനുള്ള അവസരം കൊടുക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മുടെ കേരളത്തിന്റെ തനത് കലാരൂപത്തെ പ്രോത്സാഹിക്കാൻ വേണ്ടി ഞങ്ങൾ നടത്തിക്കുന്ന ഈ എണ്ണം 11ാമത്തെ വർഷത്തിലേക്ക് കടക്കുമ്പോൾ അത്രയും പ്രാധാന്യം മാധ്യമങ്ങളോട് ഉണ്ടാവണം. നല്ല ടീമുകളെ മത്സരിക്കാൻ വരട്ടെ. കഴിഞ്ഞ തവണ ജയിച്ചു വന്നത് കണ്ണൂർ ജില്ലയിൽ നിന്ന് താലം എന്ന് പറയുന്ന ടീമാണ്. 2ാം സ്ഥാനം തൃപ്പൂണിത്തുറയും, 3ാം സ്ഥാനം തന്നെ കണ്ണൂരിലെ ടീമാണ്. കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിൽ നിന്നുള്ള പങ്കാളിത്തം ഈ മത്സരത്തിന് ഉണ്ടാവാറുണ്ട്. അത്രയേറെ പ്രാധാന്യം തിരുവാതിര കളി നടത്തി വരുന്ന പാരമ്പര്യം നടത്തി വരുന്ന ആൾക്കാരുടെ ഇടയിൽ ഈ ഞങ്ങളുടെ വരിക വാർത്തകൾ എന്ന മത്സരത്തിനുണ്ട്. 28-ാം തീയതിയാണ് മത്സരം. ഈ മാസം അവരുടെ അപേക്ഷകൾ ഞങ്ങൾ സ്വീകരിച്ചു തുടങ്ങും. സ്വീകരിച്ച ശേഷം ഡിസംബർ 1-ാം തീയതി ഫൈനലായിട്ട് ഡിക്ലെയർ ചെയ്യും ഏതൊക്കെ ടീമിനാണ് മത്സരിക്കാൻ കഴിയുന്നത്. ഇതാണ് അറിയിക്കാനുള്ളത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ വർഷം നടത്തിയത് കാർത്തിക അടിച്ചോട്ടിൽ വെച്ചാണ്. ഇപ്പോൾ ഗാന്ധി സ്മാരക നിധി ഹാളിലേക്ക് വായ്പാട്ടാണ്. 2 പേര് പാടുന്നു, 8 പേര് കളിക്കുന്നു. ഇൻസ്ട്രുമെന്റ് കൈത്താളം മാത്രം ഉപയോഗിക്കാം, ബാക്കിയൊന്നും പറ്റില്ല. ഇപ്പൊ ആൾക്കാരെ ശ്രുതി ഉൾപ്പെടെ ശ്രുതി ബോക്സ് ഉപയോഗിക്കുന്നുണ്ട്, മൊബൈൽ ഉൾപ്പെടെ ഉപയോഗിക്കാൻ അന്നില്ലായിരുന്നല്ലോ. പാരമ്പര്യമായിട്ട് ഇത് ഹാൻഡ്ഫോണൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് കൈത്താളം മാത്രം ഉപയോഗിക്കാൻ പറ്റും. ഇടയ്ക്ക് പോലും അനുവദിക്കുന്നില്ല. ഇടയ്ക്ക് പാടുന്ന ആൾ വായിക്കാൻ അറിയെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ പറ്റില്ല. മറ്റെന്തെങ്കിലും വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.